നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 831st day. Today 53rd sloka of Prathama Skandam, 8th chapter. This is the concluding sloka of this chapter. For details, please see the description box. ഗീതാസ് ഭക്തി ഗീതം, ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം, ഇന്ന് 831 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 8ാമത്തെ അധ്യായത്തിലെ 53ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പ്രതാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി, മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 8ാമത്തെ അധ്യായത്തിലെ 53ാമത്തെ ശ്ലോകം. യഥാ പങ്കേന പങ്കാഭ. ഓം ശ്രീകൃഷ്ണായ നമഃ. യഥേ പങ്കേന പങ്കാംഭ സുരയാവാസുരാകൃതം ഭൂതഹത്യാം തദൈവൈകാം ന യജ്ഞൈർമാഷ്ടുമർഹതി. ഓം തത്സത്. യഥാ പങ്കേന പങ്കാംഭ സുരയാവാസുരാകൃതം ഭൂതഹത്യാം തദൈവൈകാം ന യജ്ഞൈർമാഷ്ടുമർഹതി. ഓം തത്സത്. പദം പിരിക്കേണ്ടത് യഥാ പങ്കേന പങ്കാംബ സുരയാ വാ സുരാകൃതം ഭൂതഹത്യാ തഥാ ഏവ ഏകാം ന യജ്ഞ മാഷ്ടു ന അർഹതി. ന യജ്ഞേ മാഷ്ടു അർഹതി. ഇങ്ങനെയാണ് പദം പിരിക്കേണ്ടത്. പങ്കേന ചളി കൊണ്ട്, പങ്കാംബ അമ്പെന്ന് പറഞ്ഞാൽ വെള്ളം, ചളിവെള്ളത്തെയും ചളിയുള്ള വെള്ളത്തെയും, സുരയാ മദ്യം കൊണ്ട്, സുരാകൃതം മദ്യത്താൽ ഉണ്ടാക്കപ്പെട്ട ദോഷത്തെയും, യഥാ യാതൊരു വിധമോ, തഥാ ഏവ അതുപോലെ തന്നെ, ഏകാം ഭൂതഹത്യ ഒരു പ്രാണിയെ കൊന്ന ദോഷത്തെ, യജ്ഞേഹി അനേകം യാഗങ്ങൾ കൊണ്ട്, മാഷ്ടും മാർജനം ചെയ്യുവാൻ ഇല്ലാതാക്കാൻ ആയിക്കൊണ്ട്, ന അർഹതി അർഹിക്കുന്നില്ല. യുധിഷ്ഠിരൻ വീണ്ടും, ധർമ്മപുത്രർ വീണ്ടും പറയുകയാണ്, ചളിവെള്ളത്തെ ശുദ്ധമാക്കുവാൻ അധികം ചളിവെള്ളം അതിൽ കലക്കിയാൽ അത് വിരോധഫലമേ ജനിപ്പിക്കുകയുള്ളൂ. അപ്രകാരം തന്നെ മദ്യം കുടിച്ചിട്ട് ഉണ്ടായ ദോഷത്തെ, മദ്യത്താൽ ഉണ്ടായ ദോഷത്തെ അധികം മദ്യം കുടിച്ചുകൊണ്ട് നിവൃത്തി ചെയ്യുവാൻ സാധിക്കുകയില്ല. അപ്രകാരം ഒരു പശുവിനെ കൊന്ന, അതായത് ഒരു ജീവനെ കൊന്ന ദോഷത്തെ ഇല്ലാതാക്കുവാൻ അനേകം യജ്ഞങ്ങൾ കൊണ്ട് സാധിക്കുക. യജ്ഞങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ അശ്വമേധയാഗമാണ്. യാഗത്തിൽ അശ്വത്തെ വധിക്കും, പശുക്കളെ വധിക്കും, മൃഗങ്ങളെ വധിക്കും. അതുകൊണ്ട് തന്നെ ഒരു പശുവിനെ കൊന്ന ദോഷം തീർക്കാൻ അനേകം മൃഗങ്ങളെ വധിക്കുന്നത് കൊണ്ട് പാപത്തെ തീർക്കുവാൻ യാഗത്തിൽ പശുവധം ചെയ്യുന്നതും ഒരു നിവൃത്തി മാർഗമല്ല. അത് അധിക പാപം ഉണ്ടാക്കും എന്നല്ലാതെ അതുകൊണ്ട് പാപനിവൃത്തി ഉണ്ടാവുകയില്ല. എങ്ങനെ പറഞ്ഞുകൊണ്ട് യുധിഷ്ഠിരൻ തൻ്റെ പാപത്തെ താൻ യുദ്ധം ചെയ്ത് അനേകം ജീവനുകളെ നശിപ്പിച്ചു, ബന്ധുക്കളെയെല്ലാം കൊന്നു എന്നുള്ള തൻ്റെ പാപത്തെ അധികരിച്ച് കാട്ടുകയാണ്. തൻ്റെ അവിവേകം കൊണ്ടാണ് അപ്രകാരം ചെയ്യുന്നത്. ധർമ്മയുദ്ധമായിരുന്നു. അങ്ങനെ ചെയ്യാതെ നിവൃത്തിയില്ലാതെ വന്നതുകൊണ്ടാണ് ചെയ്തത്. ദുഷ്ടന്മാരെയാണ് കൊലഭൂമിയുടെ ഭാരമില്ലാതാക്കുവാൻ വേണ്ടിയുള്ള ഒരു യുദ്ധമായിരുന്നു. പക്ഷേ തൽക്കാലം യുധിഷ്ഠിരന് താൻ ചെയ്തതൊക്കെ തെറ്റാണ്, ഇങ്ങനെയൊരു രാജ്യം തനിക്ക് വേണ്ടായിരുന്നു എന്നൊക്കെ കരുതി വിഷമിക്കുകയാണ്. അങ്ങനെ യുധിഷ്ഠിരൻ്റെ ഉള്ളിൽ കയറി ഭഗവാൻ തന്നെയായിരിക്കാം മായ കൊണ്ട് വിഷമങ്ങൾ ഉണ്ടാക്കുന്നത്. എന്തെന്നാൽ അവിടെ നിന്നും
ഭീഷ്മ പിതാമഹൻ്റെ അടുത്ത് ചെന്ന് ഉപദേശങ്ങൾ വാങ്ങിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി യുധിഷ്ഠിരനെ പ്രേരിപ്പിക്കുകയായിരിക്കാം എന്ന് നാം ധരിക്കേണ്ടതുണ്ട്. എല്ലാം ഭഗവാന്റെ ഇച്ഛപ്രകാരം തന്നെയാണ് എല്ലാം നടക്കുന്നത്. അതുകൊണ്ടായിരിക്കാം അത്രയും വിവേകിയായിട്ടുള്ള യുധിഷ്ഠിരന് ഇത്രയധികം വിഷമം തോന്നുന്നത്. താൻ ചെയ്ത പാപം വളരെ അധികരിച്ച് തോന്നുന്നത്. തൻ്റെ പാപത്തിന് ഒരു നിവൃത്തിയുമില്ല, താൻ പാപിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കുന്ന യുധിഷ്ഠിരയാണ് നാം കാണുന്നത്. ഈ ശ്ലോകം ഈ അധ്യായത്തിലെ പരിസമാപ്തി ശ്ലോകമാണ്. ഓം തത്സത്. ശ്ലോകം ഒരിക്കൽ കൂടി. യഥാ പങ്കേന പങ്കാംബ സുരയാവാസുരാകൃതം ഭൂതഹത്യാം തദൈവൈകാം ന യജ്ഞൈർമാഷ്ടുമർഹതി. ഓം തത്സത്. ഇത് ശ്രീ മഹാഭാരതേ മഹാപുരാണേ പാരമഹംസ്യസംഹിതായാം പ്രഥമസ്കന്ധേ അഷ്ടമോധ്യായേ യുധിഷ്ഠിരാനുതാപോ നാമ അഷ്ടമോധ്യായഃ സമാപ്തോയം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ തൃക്കാൽക്കൽ ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.